السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. مطرنا بفضل الله ورحمته. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അത്തൂറിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 38 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ആയത്ത് അം ലഹുൽ ബനാതു വലക്കുമുൽ ബനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിലും അവന്റെ ദീനിലും വിശ്വസിക്കാതെ അല്ലാഹുവിനില്ലാത്തത് പലതും അവന്റെ പേരിൽ പറഞ്ഞവരോട് ചോദിക്കുന്നു. അം ലഹുൽ ബനാതു വലക്കുമുൽ ബനൂൻ. അതല്ല, ലഹുൽ ബനാതു, അല്ലാഹുവിന് പെൺമക്കളും, വലക്കുമുൽ ബനൂൻ, നിങ്ങൾക്ക് ആൺമക്കളുമാണോ എന്ന് പറഞ്ഞാൽ, മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന് പെൺമക്കളുണ്ടെന്നും മലക്കുകൾ അവന്റെ പെൺമക്കളാണെന്നും പറയുകയുണ്ടായി. എന്നാൽ സ്വന്തം കാര്യത്തിൽ അവർക്കാകട്ടെ പെൺമക്കളെ ഇഷ്ടമല്ല. അവരിലെ പല ഗോത്രങ്ങളും പെൺകുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. وإذا بشر أحدهم, അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ബിൽ ഉൻസ, പെൺമക്കളെ കുറിച്ച്, ഒരു മകൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ടാൽ, ظل وجهه مسودا وهو كظيم, അവന്റെ മുഖമതാ കറുത്തിരുണ്ടു പോകുന്നു, അവൻ കോപവും അപമാനവുമെല്ലാം ഒതുക്കിപ്പിടിക്കുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹ്, അവന് അറിയിക്കപ്പെട്ട വാർത്തയിലെ അതിന്റെ പ്രയാസം കാരണത്താൽ അവൻ സ്വന്തം ആളുകളിൽ നിന്ന് ഒളിച്ചു കഴിയുന്നു. അവരുടെ മുന്നിലിറങ്ങാൻ പോലും അവന് മടിയാകുന്നു. അവൻ ചിന്തിക്കുന്നു, അയുംസികുഹു അലാ ഹൂനിൻ, അപമാനം സഹിച്ച് ഈ മകളെ വളർത്തണോ, അം യദുസുഹു ഫിത്തുറാബ്, അതല്ല ഇതിനെ മണ്ണിൽ കുഴിച്ചുമൂടണോ എന്ന്. സാഅ മാ യഹ്കുമൂൻ, അല്ലാഹു പറഞ്ഞു, അവർ തീരുമാനിക്കുന്ന കാര്യം എത്ര ചീത്തയാണ്. ഇങ്ങനെയാണ് സ്വന്തം കാര്യത്തിൽ. എന്നാൽ അല്ലാഹുവിന്റെ കാര്യത്തിലോ റബ്ബിന് പെൺമക്കളുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. അതാണ് സൂറത്തു അൻ-നജ്മിൽ അല്ലാഹു പറഞ്ഞത്, തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസാ, അതൊരു വല്ലാത്ത ഗീതം വെപ്പാണല്ലോ, തീരെ നീതിയില്ലാത്തൊരു ഓഹരി വെപ്പാണല്ലോ. ഇങ്ങനെ അവർ പറഞ്ഞു. അല്ലാഹു ചോദിക്കുന്നു, അം ലഹുൽ ബനാതു, അവന് പെൺമക്കളും, വലക്കുമുൽ ബനൂൻ, നിങ്ങൾക്ക് ആൺമക്കളുമോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന് സന്താനം, അവൻ സന്താനത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് കടുത്ത, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത വാക്കാണ്. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അല്ലാഹു പറയുന്നു, അവർ അല്ലാഹുവിനൊരു സന്താനമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, കടുത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅൂ ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. നിങ്ങൾ ആ പറഞ്ഞ വാക്ക്, തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു, വതൻശഖുൽ അർദു, ഭൂമി വിണ്ടുകീറുമാറാകുന്നു, വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകുമാറാകുന്നു, അൻ ദഅൂ ലിർറഹ്മാനി വലദാ, റഹ്മാനായ അല്ലാഹുവിന് ഒരു സന്താനമുണ്ടെന്നവർ പറഞ്ഞ വാക്ക് കാരണത്താൽ. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, അള്ളാഹുവിന് ഒരിക്കലും യോജിക്കുകയില്ല അവനൊരു സന്താനത്തെ സ്വീകരിക്കുക എന്നത്. മറിച്ച്
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന്റെ അടിമകളായി ആ റഹ്മാനായ റബ്ബിന്റെ അരികിലേക്ക് വരുന്നവരാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുക എന്നത് ആകാശഭൂമികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അത് പറഞ്ഞ ആളുകളാകട്ടെ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് മക്കയിലെ മുശ്രിക്കുകളെ പോലെയുള്ളവർ പറയുകയും ചെയ്തു. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിന്റെ തന്നെ ഒരു താല്പര്യം എന്താണ്? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറുള്ള ആയത്താണ്. അതായത് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിയവരെ താക്കീത് ചെയ്യാൻ, അതിനാണ് ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാത്തവരുടെ ദുർന്യായങ്ങൾ ഓരോന്നായി അള്ളാഹു തകർക്കുന്നു. റബ്ബ് ചോദിക്കുന്നു, അം തസ്അലുഹും അജ്റാ, അതല്ല നബിയെ നീ അവരോട് വല്ല കൂലിയും ചോദിക്കുന്നുണ്ടോ? അവരോട് വല്ല പ്രതിഫലവും ഇതിന്റെ പേരിൽ താങ്കൾ ചോദിക്കുന്നുണ്ടോ? ഫഹും അവരാകട്ടെ മിൻ മഗ്റമിൻ കടബാധ്യതയിൽപ്പെട്ട് മുസ്ഖലൂൻ ഭാരം ചുമക്കുന്നവരാണ്. ഞാനിതാ നബിയാണ്, നിങ്ങൾ എല്ലാവരും ഇത്ര രൂപ വെച്ച് എനിക്ക് ഇത്ര ദിവസം കൂടുമ്പോൾ തരണം എന്ന് നബിയെ താങ്കൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവർ സ്വീകരിക്കാത്തത്. അവരാകെ കടത്തിലും പ്രയാസത്തിലുമൊക്കെ ബുദ്ധിമുട്ടി കഴിയുകയാണോ? സുബ്ഹാനല്ലാഹ്, എത്ര അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം അള്ളാഹുവിന്റെ നബിമാരുടെ പ്രത്യേകതയാണ് അവരെല്ലാം ജനങ്ങളോട് പറഞ്ഞു, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ നബിമാർ അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞ കാര്യമാണ്. മറിച്ച് അവരാണ് അങ്ങോട്ട് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ, അത് ജനങ്ങൾക്കെത്താൻ അവരുടെ കയ്യിലുള്ളത് ചെലവഴിക്കുന്നവരാണ് നബിമാർ. അങ്ങോട്ട് ചെലവഴിക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും ജനങ്ങളുടെ മനസ്സ് വല്ലതും കൊടുത്തടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ നബിമാർ. തിരിച്ചിങ്ങോട്ടല്ല അവർ ചോദിക്കുന്നത്. എന്നാൽ തിരിച്ചവർ കൊടുക്കുന്നതാകട്ടെ, നബിമാർ ജനങ്ങൾക്ക് കൊടുക്കുന്നതാകട്ടെ അങ്ങേയറ്റം മഹത്തരമായ ഉപകാരമാണ്. അതിനേക്കാൾ വലിയ ഒരു ഉപകാരം വേറൊന്നുമില്ല. കാരണം സന്മാർഗം അള്ളാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു വഴി സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനേക്കാൾ നല്ല മറ്റൊരു കാര്യമില്ല. ജനങ്ങൾക്ക് ഇതുപോലെ ഉപകാരം ചെയ്ത മറ്റാരുമില്ല നബിമാരെ പോലെ. എന്നാൽ ഇതുപോലെ തിരിച്ചു ദ്രോഹം മറ്റാരും ആരോടും ചെയ്തിട്ടില്ല, നബിമാരുടെ ശത്രുക്കൾ അവരോട് ചെയ്തതുപോലെ. അള്ളാഹു ചോദിക്കുന്നു, ഓ നബിയെ താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുകയാണോ? അതുകൊണ്ടാണ് അവർ സ്വീകരിക്കാത്തത്. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അവർ വല്ല ബാധ്യതയിലും പെട്ട് കടത്തിൽപ്പെട്ട് ഭാരം വഹിക്കുന്നവരായതുകൊണ്ടാണോ അവർ സ്വീകരിക്കാത്തത്? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചോദിക്കുന്നില്ല, മറിച്ച് അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം ഇൻദഹുമുൽ ഗൈബു, അതല്ല അവരുടെ കയ്യിലാണോ ഗൈബുള്ളത്? അവരുടെ പക്കൽ അദൃശ്യ വിജ്ഞാനം വല്ലതുമുണ്ടോ? ഫഹും യക്തുബൂൻ, എന്നിട്ട് അവരത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹി, അവന്റെ സന്ദേശം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സ്വർഗമുണ്ടെന്ന്, ദുനിയാവിൽ കാണാൻ സാധിക്കാത്ത സ്വർഗമുണ്ടെന്ന്, നരകമുണ്ടെന്ന് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഏറ്റവും വലിയ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് നബിമാർ. അത് തെറ്റാണെന്നതിന് ഇവരുടെ വക്കൽ വല്ല കഴിവുമുണ്ടോ? വല്ല ആദർശ വിജ്ഞാനവുമുണ്ടോ? അത് തെറ്റാണെന്ന് പറയാൻ, സ്വീകരിക്കാതിരിക്കാൻ ഫഹും യക്തുബൂൻ, എന്നിട്ട് അവർ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ശരിയല്ലാത്ത ബോധ്യമില്ലാത്ത കാര്യം ആരും എഴുതി വെക്കൂലല്ലോ. അത്രയും ഉറപ്പുള്ള ഗൈബ്, അദൃശ വിജ്ഞാനം നബി പറയുന്നത് തെറ്റാണെന്നതിന് വല്ലതും അവരുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഊഹങ്ങൾ മാത്രമാണുള്ളത്. അള്ളാഹുവിന്റെ ദീൻ തെറ്റാണെന്ന് പറയുന്നവന്റെ കയ്യിൽ ഒരു വിജ്ഞാനവുമില്ല, മറിച്ച് ഊഹം മാത്രമാണ്. അവൻ അതിനെ ശാസ്ത്രമെന്നും മറ്റുമൊക്കെ പേരിട്ട് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ ഊഹിക്കുക മാത്രമാണ് അവൻ ചെയ്യുന്നത്. അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ അം യുരീദൂന കൈദാ ഫല്ലദീന കഫറൂ ഹുമുൽ മകീദൂൻ.
അള്ളാഹു പറയുന്നു അം യുരീദൂന, അതല്ല അവർ ഉദ്ദേശിക്കുകയാണോ, കൈദൻ, ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണോ, എങ്കിൽ അറിയുക ഫല്ലദീന കഫറു, ആരാണോ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ചത്, ആരാണോ കാഫറായി പോയത്, ഹുമുൽ മഖീദൂൻ, അവരാണ് തന്ത്രത്തിനു വിധേയരായവർ. അവരോട് അങ്ങോട്ടാണ് തന്ത്രം, അവർ തന്ത്രത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഇബ്നു കസീർ പറയുന്നു يقول تعالى أم يريد هؤلاء بقولهم هذا في الرسول وفي الدين غرور الناس وكيد الرسول وأصحابه. റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കുന്ന, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ ജനങ്ങളെ വഞ്ചിക്കണമെന്ന കുതന്ത്രമാണോ ഉദ്ദേശിക്കുന്നത്? അതുവഴി റസൂലിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടും കുതന്ത്രം പ്രയോഗിക്കണമെന്നാണോ അവർ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് അവരുടെ ഉദ്ദേശം എങ്കിൽ ഫകൈദുഹും ഇന്നമാ യർജിഉ വബാലുഹു അലാ അൻഫുസിഹിം, അവരുടെ കുതന്ത്രത്തിന്റെ ദൂഷ്യഫലം, അതിന്റെ തിക്തഫലം അവർ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഫല്ലദീന കഫറു ഹുമുൽ മഖീദൂൻ, അവരാണ് തന്ത്രത്തിന് വിധേയരാകുന്നവർ. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അം ലഹും ഇലാഹുൻ, അതല്ല അവർക്ക് വല്ല ഇലാഹുമുണ്ടോ, ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റു വല്ല ഇലാഹും അവർക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്ന കാര്യത്തിൽ നിന്ന് അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹു അല്ലാത്ത മറ്റു വല്ല ഇലാഹും അവർക്കുണ്ടോ? എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ആരാധിക്കപ്പെടുന്നവൻ, അള്ളാഹുവിന് ആരാധനക്കർഹനായവൻ, അള്ളാഹുവിന് പുറമെ ആരാധനക്കർഹനായ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഈ പറയുന്ന മുശ്രിക്കുകൾ അവർ അള്ളാഹുവാണ് റബ്ബെന്ന് വിശ്വസിച്ചിരുന്നു. ഓ നബി, അവരോട് ചോദിച്ചു നോക്ക്, ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി, ആരുടെ കയ്യിലാണ് എല്ലാത്തിന്റെയും ആധിപത്യം, എല്ലാവർക്കും അഭയം നൽകുന്നവൻ ആരാണ്, അവനെതിരിൽ അഭയം നൽകാൻ ആർക്കും സാധിക്കാത്തവൻ ആരാണ്? വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ, അതുപോലെ അല്ലാഹു പറഞ്ഞു വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ഔ ഖലഖകും, നിങ്ങളെ പടച്ചത് ആരാണെന്ന് നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, എല്ലാത്തിന്റെ അവരുടെ ഉത്തരം എന്താണ്? അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ, അള്ളാഹുവിനോട് ഞങ്ങളുടെ കാര്യം പറയാൻ, അതിനാണ് ഞങ്ങൾ ഇവരെ വിളിച്ചു ചേർത്തത്. അള്ളാഹു അവന്റെ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ മുശ്രിക്കുകളുടെ ന്യായമാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് റബ്ബായി അള്ളാഹു മാത്രമാണെങ്കിൽ, അത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് അവന് മാത്രമാണ്. ചില ആളുകൾ നോക്കി ചോദിച്ചാൽ അവർ പറയും, അള്ളാഹു തന്നെയാണ് നമുക്കെല്ലാം തരുന്നത്, എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന്, അള്ളാഹു മാത്രമാണ് തരുന്നത്. തിരിച്ചു നിന്റെ ഇബാദത്ത്, നിനക്ക് നിഅമത്തുകൾ ചൊരിഞ്ഞു തരുന്നവൻ റബ്ബ് മാത്രമാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, നിന്റെ ഇബാദത്ത് അവന് മാത്രമേ പാടുള്ളൂ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന വാക്കിന്റെ ഉദ്ദേശം, അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ ഇല്ലാത്തത് ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ് എന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, അവനാണ് ഏറ്റവും മഹത്തരമായ വിശേഷണങ്ങളുള്ളത്. സുബ്ഹാനല്ലാഹ് എന്നാൽ അത് നഫിയാണ്, മോശമായ എല്ലാ വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നു അള്ളാഹുവിന് സ്തുതിക്കുന്നതോടൊപ്പം റബ്ബിന്റെ എല്ലാ മഹത്തായ സിഫാത്തുകളും വിശേഷണങ്ങളും അവനുണ്ട് എന്ന് സ്ഥാപിക്കുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത് പല സന്ദർഭങ്ങളിലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ്
വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് ചൊല്ലാൻ പഠിപ്പിച്ച, അങ്ങനെ 4 ഒരുമിച്ച് ചൊല്ലുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളാണ്. പലയിടത്തും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇയറൗ കിസ്ഫൻ മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർകൂൻ. വഇയറൗ അവർ കാണുകയാണെങ്കിൽ കിസ്ഫൻ മിനസ് സമാഇ ആകാശത്തിൽ നിന്നുള്ള ഒരു കഷ്ണം, സാഖിതൻ അത് താഴേക്ക് വീഴുന്നത് അവർ കണ്ടാലും, യഖൂലു അവർ പറയും സഹാബുൻ മർകൂം. സഹാബുൻ ഇത് മേഘമാണ്, മർകൂം അടുക്കടുക്കായി വെച്ച മേഘമാണിത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും വിശ്വസിക്കാത്ത കടുത്ത ധിക്കാരമുള്ള ചില ആളുകൾ. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഏതൊരുവനും എങ്ങോട്ട് നോക്കിയാലും അവൻ കാണുക അള്ളാഹുവിന്റെ ആയത്തുകളാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അവന്റെ തെളിവുകളാണ്. അള്ളാഹു ഉണ്ടെന്നും അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്നും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും അവൻ നമ്മെ മരണത്തിനു ശേഷം ജീവിപ്പിക്കുമെന്നും അവൻ ഇതൊന്നും വെറുതെ പടച്ചതല്ലെന്നും ഏതൊരു ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ലആയാതിൻ ആയത്തുകളുണ്ട്, തെളിവുകളുണ്ട്, ലിഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക്. അല്ലദീന യദ്കുറൂന അല്ലാഹ അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം നിൽക്കവേ ഇരിക്കവേ കിടക്കുന്ന സമയത്തെല്ലാം അല്ലാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സിൽ ഓർമ്മ വരും. അവരുടെ നാവുകൾ അവന്റെ ദിക്റുകൾ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കും. അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ മാ ഖലഖത ഹാദാ ബാതില ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. ആകാശങ്ങളും ഭൂമിയും മാറി മാറി വരുന്ന രാവും പകലും, നേരെ വിരുട്ടുന്നതും അത് വെളുത്തു വരുന്നതും ഈ പെയ്യുന്ന മഴയും ഇതൊന്നും വെറുതെ അല്ല. സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബൻ നാർ അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അതാണ് മുഅ്മിൻ. എന്നാൽ നിഷേധിയായവൻ, അല്ലാഹു ഹൃദയത്തിൽ മുദ്ര വച്ചവന്റെ സ്ഥിതി എന്താണ്? വയ്യറൗ കിസ്സൻ മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർകൂം. ഇവരുടെ സ്വഭാവം എന്താണ്? അല്ലാഹു പറയുന്നു, ഇബ്നു കസീർ പറയുകയാണ്, അനിൽ മുശ്രിക്കീന ബിൽ ഇനാദി വൽ മുകാബറതി ലിൽ മഹ്സൂസ്. നേർക്ക് നേരെ തൊട്ടറിയാൻ പറ്റുന്ന തെളിവ് കണ്ടാലും അവർ അഹങ്കരിച്ച് ധിക്കരിച്ച് ഇതിനെല്ലാം നിഷേധിക്കും. അവരുടെ മേൽ ആകാശം വീണാലും അത് മുഖേന അല്ലാഹു അവരെ ശിക്ഷിച്ചാലും വിശ്വസിക്കുകയില്ല. അവർ പറയും ഇത് മേഘം ഇങ്ങനെ അടുക്കടുക്കായി വീണുപോയതാണ്. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറഞ്ഞു, വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ് സമാഇ ഫളല്ലു ഫീഹി യഅറുജൂൻ ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. വലൗ ഫതഹ്നാ അലൈഹിം നാം അവർക്ക് തുറന്നു കൊടുത്താൽ ബാബൻ മിനസ് സമാഇ ആകാശത്ത് നിന്നൊരു വാതിൽ, ഫളല്ലു ഫീഹി യഅറുജൂൻ എന്നിട്ട് അവർ മുകളിലേക്ക് കയറിപ്പോയാലും ലഖാലു അവർ പറയും ഇന്നമാ സുക്കിറത് അബ്സാറുനാ ഞങ്ങളുടെ കണ്ണുകൾ എന്തോ സക്കറത്തിൽ പെട്ടുപോയതാണ്, ലഹരി ബാധിച്ചതാണ്. ബന്നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ ഞങ്ങളാരോ സിഹർ ചെയ്തതാണ് എന്നവർ പറയും, വിശ്വസിക്കുകയില്ല. അല്ലാഹു പറയുന്നു, ഫദർഹും അവരെ വിട്ടേക്കും, ഹത്താ യുലാഖൂ അവർ കണ്ടുമുട്ടുന്നതുവരെ, യൗമഹും അവരുടെ ദിവസം, അല്ലദീ ഫീഹി യുസ്അഖൂൻ അവർക്ക് സാഖത്തുണ്ടാകുന്ന, അവർ താഴേക്ക് പതിക്കുന്ന, ബോധരഹിതരായി വീഴുന്ന അവരുടെ ആ ദിവസമുണ്ടല്ലോ,
അതവർ കണ്ടുമുട്ടുന്നത് വരെ അവർ വിട്ടേക്കും. ഇത് കടുത്ത താക്കീതാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. ഫദർഹും ഹത്താ യുലാഖു യൗമഹും അല്ലദീ ഫീഹി യുസ്അഖൂൻ യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ശൈഅ വലാ ഹും യുൻസറൂൻ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ യുഗ്നി അൻഹും കൈദുഹും ശൈഅൻ. ലാ യുഗ്നി അൻഹും, അവർക്ക് മതിയാവുകയില്ല, അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. കെയ്തുഹും, അവരുടെ കുതന്ത്രം, ഇന്ന് കാണിക്കുന്ന അവരുടെ കുതന്ത്രമോ താൻ പോരിമയോ അവരുടെ അഹങ്കാരമോ ഒന്നും അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. ഷൈഅൻ, ഒരു ഉപകാരവും അവരുടെ കുതന്ത്രം കൊണ്ട് അന്നുണ്ടാവുകയില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. ദുനിയാവിൽ അവർ കാണിച്ച കാര്യങ്ങളൊന്നും, അവരുടെ സാമർഥ്യമൊന്നും തന്നെ പ്രയോജനപ്പെടാത്ത ദിവസം അതുവരേക്കും അവരെ വിട്ടേക്കും നബിയെ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത മുഅ്മിനുകൾക്ക് അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത്, അതിലേക്കുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചു. ആ റിസാലത്ത് കൊണ്ട് അടഞ്ഞു കിടന്ന ഒരുപാട് ഹൃദയങ്ങൾ അല്ലാഹു തുറന്നു. കാണാതിരുന്ന ഒരുപാട് കണ്ണുകൾക്ക് അല്ലാഹു സത്യം കാണാനുള്ള കാഴ്ച നൽകി. എന്നാൽ ചിലരുണ്ട്, അവർക്കതിനുള്ള ഭാഗ്യമില്ല. എന്ത് കണ്ടാലും എത്ര വലിയ തെളിവ് കിട്ടിയാലും വിശ്വസിക്കാത്ത ധിക്കാരികൾ, അവരുടെ കാര്യത്തിൽ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല നബിയെ, അവർ വിട്ടേക്ക്. ഫദർഹും ഹത്താ യുലാഖു യൗമഹും അല്ലദീ ഫീഹി യുസ്അഖൂൻ. അതോടൊപ്പം അവർക്കുള്ള താക്കീതുമാണ്. അവർ വീഴുന്ന, അവർക്ക് അവരുടെ ബോധം നശിക്കുന്ന ഖിയാമത്ത് നാൾ, പിന്നീട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ദുനിയാവിലെ സാമർഥ്യമോ തന്ത്രമോ ഒന്നും അവർക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. വലാഹും യുൻസറൂൻ, അവരെ സഹായിക്കാനും ഒരാളും ഉണ്ടാവുകയില്ല. പിന്നെ എന്താണ് സംഭവിക്കുക? വഇന്ന ലില്ലദീന ളലമു അദാബൻ ദൂന ദാലിക വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഖിയാമത്തിൽ അവരുടെ ശിക്ഷ ഇതാണെങ്കിൽ, വഇന്ന ലില്ലദീന ളലമു, ആ അക്രമികൾക്ക് തീർച്ചയായുമുണ്ട്, അദാബൻ, ഒരു ശിക്ഷ, ദൂന ദാലിക, അതിന് താഴെ, ഖിയാമത്തിലെ വലിയ ശിക്ഷയ്ക്ക് പുറമെ മറ്റൊരു താഴെയുള്ള ശിക്ഷ, അതിനേക്കാൾ ശക്തി കുറഞ്ഞ ശിക്ഷയും അവർക്കുണ്ട് ദുനിയാവിൽ. വലാകിന്ന, പക്ഷേ അക്സറഹും ലാ യഅലമൂൻ, അവരധിക പേരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ അദാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിലെ പലതരം ശിക്ഷകൾ. അതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്നത്? അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, അവനെക്കുറിച്ച് ചിന്തിക്കാൻ. ഈ ലോകം ഇത് സുഖിച്ച് മാത്രം കഴിയാനുള്ള ലോകമല്ല, ഇത് ശാശ്വതമല്ല, മറിച്ച് പരിപൂർണമായ രക്ഷ ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് അവൻ ആഗ്രഹമുണ്ടാകാൻ, അള്ളാഹുവിന്റെ വലിയ ശിക്ഷ വന്നാൽ അതെന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ. അതാണ് സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞത്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും, നാം അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. മിനൽ അദാബിൽ അദ്നാ, ചെറിയ ശിക്ഷ, ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷയ്ക്ക് പുറമെ. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വരാൻ. യഥാർത്ഥത്തിൽ നോക്കൂ, ദുനിയാവിലെ ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമെങ്കിൽ, പഠിക്കുമെങ്കിൽ, നന്നാകുമെങ്കിൽ, തിരുത്തുമെങ്കിൽ മനുഷ്യന് ഖൈറാണ്. കാരണം ആഖിറത്തിലെ ശിക്ഷ തട്ടിച്ചു നോക്കിയാൽ ദുനിയാവിലെ ഒരു ശിക്ഷയും ഒന്നുമല്ല ആഖിറത്തിന്റെ അദാബുമായി തട്ടിച്ചു നോക്കിയാൽ. ഇതെല്ലാം മനുഷ്യന്റെ റുജൂഇന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇബ്നു കസീർ പറഞ്ഞു, ഐ നുഅസിബുഹും ഫിദ്ദുനിയ, നാം അവരെ ദുനിയാവിൽ ശിക്ഷിക്കും. വനബ്തലീഹിം ഫീഹാ, ഈ ലോകത്ത് നാം അവരെ പരീക്ഷിക്കും. ബിൽ മസാഇബി, മുസീബത്തുകൾ കൊണ്ട്. ലഅല്ലഹും യർജിഊന വയുനീബൂന ഫലാ യഫ്ഹമൂന മാ യുറാദു ബിഹിം ബൽ ഇദാ ജുലിയ അൻഹും മിമ്മാ കാനൂ ഫീഹ് ഔ ജല്ല അൻഹും മിമ്മാ കാനൂ ഫീഹ് ആദു ഇലാ അസ്വഇ മാ കാനൂ അലൈഹി.
എന്നാൽ അവരിൽ പലരുടെയും സ്ഥിതി എന്താണ്? എന്തിനാണോ അള്ളാഹു അവർക്ക് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കുന്നില്ല, പാഠം ഉൾക്കൊള്ളുന്നില്ല. വീണ്ടും പഴയ വർത്താനം തന്നെ, എത്ര കിട്ടിയാലും പഠിക്കില്ല. വീണ്ടും രോഗം എന്താണെന്ന് തന്നെ അവന് തിരിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ മരുന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുക? എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ് ഇതെല്ലാം. ഏതേത് പരീക്ഷണവും ബുദ്ധിമുട്ടും വന്നാൽ വലിയ അജാബിൽ നീ പെട്ടുപോകരുത്, അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ശാശ്വത സുഖം നിനക്ക് വേണോ? അതിനുള്ള വഴി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അതിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതല്ല വീണ്ടും ദുനിയാവിന്റെ പരിഹാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾ പറഞ്ഞു ഉദ്യോഗ തലങ്ങളിലൊന്നും നമുക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് അത് നമ്മൾ ശ്രമിക്കണം. ചില ആളുകൾ പറയുന്നു അല്ല, നമ്മള് രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ്, മറ്റു പല കാരണങ്ങൾ, വേറെ പലരും പറയുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് നീ തിരിച്ചു പോവുക, നിന്റെ വിശ്വാസം നന്നാക്കുക. മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞു പോകാൻ മാത്രം ഉള്ള ആളുകൾ പല നാടുകളിലും യഥാർത്ഥ അഖീദയിൽ നിന്ന് തിരിച്ചുപോയിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയത്തിൽ പോലും ശപിച്ചു പറഞ്ഞ ആളുകളുടെ പ്രവൃത്തി ഖബറുകൾ കെട്ടിപ്പൊക്കുക, അത് മസ്ജിദുകളാക്കുക, അതിന്റെ ആളുകളായി ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശിർക്കിലും ബിദ്അത്തിലും സമുദായം മുങ്ങിയിരിക്കുന്നു. അതുകൂടാതെ പാപങ്ങൾ, തിന്മകൾ, പലിശ, അതുപോലെ വ്യഭിചാരവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും സ്വവർഗരതിയും, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് യാതൊരു വിവരമില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആളുകൾ മുങ്ങിപ്പോയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ജനങ്ങളെ അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വിളിക്കലാണ് പരിഹാരം. അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ മുൻഗാമികൾക്ക് എല്ലാ ഇജ്ജത്തും അള്ളാഹു നൽകിയത്. ഇതുപോലെ രോഗം എന്താണെന്ന് തന്നെ മനസ്സിലാക്കാത്ത ആളുകൾ, എന്നാലല്ലേ പ്രശ്നം മനസ്സിലായാലല്ലേ അവന് പരിഹാരം പറയാൻ സാധിക്കുക. എന്നാൽ പല ആളുകളും അങ്ങനെയല്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ എന്താണ് അള്ളാഹു അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നത്, അത് തിരിച്ചറിയുന്നില്ല. എന്നിട്ടോ ആ അദാബ് അങ്ങ് നീങ്ങിയാൽ വീണ്ടും പഴയ പോലെ അള്ളാഹു താൽക്കാലികമായി ദുനിയാവിൽ വീണ്ടും ആശ്വാസം നൽകിയാൽ, കാരണം ദുനിയാവിൽ ശാശ്വതമായ ആശ്വാസമില്ല. ദുനിയാവ് തഅബിന്റെ ലോകമാണ്. ദുനിയാവ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിന്റെയും ക്ഷീണത്തിന്റെയും ഒക്കെ ലോകമാണ്. ദുനിയാവിൽ പരിപൂർണമായ ശാന്തി അന്വേഷിച്ച് നടക്കുന്നവൻ വെള്ളത്തിനടിയിൽ തീയുടെ ഒരു കൈത്തിരി അന്വേഷിച്ച് നടക്കുന്നവനെ പോലെയാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് എവിടെയെങ്കിലും തീ കത്തിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊരാൾ മുങ്ങി നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു കവിതയുണ്ട് അറബിയിൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഈ കവിത ഇങ്ങനെ പറയാറുണ്ടായിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പ്രയാസം ഉണ്ടാവുമ്പോൾ ആശ്വാസമാണത്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. ഓ മനുഷ്യ, നീ റബ്ബിലേക്ക് ഒരു പ്രയാസപ്പെട്ട് ചെല്ലുന്നവനാണ്. ദുനിയാവിൽ വരുന്നത് തന്നെ മനുഷ്യൻ പ്രയാസം സഹിച്ചിട്ടാണ്. കാരണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ദഫഅതൻ വാഹിദ, ഒരൊറ്റ തള്ളലിൽ അവൻ പുറത്തേക്ക് വരികയാണ്. ആദ്യ തല വന്ന് കുറച്ചാൽ അങ്ങനെ കിടന്ന് അങ്ങനെയല്ലല്ലോ, ഒറ്റ വരവാണ്. ഫാരിഖൻ, കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്നു. ശൈത്താന്റെ കുത്തും കിട്ടുന്നു വരുമ്പോൾ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജനിക്കുന്ന മനുഷ്യനെല്ലാം പിശാച് കുത്തുന്നു. അവന്റെ മരണം നോക്കൂ, പ്രയാസം സഹിച്ചിട്ടാണ്. മരണം നോക്കൂ, വേദന സഹിച്ചുകൊണ്ടാണ്. അതിനിടയിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും എല്ലാം. ഇതിനിടയിൽ ആശ്വാസമുള്ള നാളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിളിക്കുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവൻ ദാറുസ്സലാമിലേക്ക് പരിപൂർണമായ ശാന്തിയുള്ള, ഒരു പ്രയാസവുമില്ലാത്ത, ഒരു വേവലാതിയുമില്ലാത്ത, രോഗം വരാത്ത, ക്ഷീണമില്ലാത്ത, വയസ്സാകാത്ത, വിശപ്പോ ഭയമോ ഒന്നുമില്ലാത്ത സുന്ദരമായ അള്ളാഹുവിന്റെ ജിവാറുള്ള, അവന്റെ സമീപ്യമുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു.
അതാണ് വല്ലാഹു യദ്ഉ, അവൻ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരെന്ന് പറഞ്ഞില്ല. ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ആരെ എന്ന് പറഞ്ഞില്ല. എന്താ അതിന്റെ ഉദ്ദേശം? യദ്ഉ കുല്ല അഹദ്, എല്ലാവരെയും ക്ഷണിക്കുന്നു. ക്ഷണം എല്ലാവർക്കും. പക്ഷേ വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവിടെ എത്തുന്ന നേരായ മാർഗത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു, ആ നേർമാർഗത്തിലാക്കുന്നു. അവിടെ ആരെ എന്ന് പറഞ്ഞു. അതിനുള്ള ഭാഗ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. അതിനവനോട് നിരന്തരം ചോദിക്കുക. ആ സിറാത്തുൽ മുസ്തഖീമിലായി മരിപ്പിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക. അള്ളാഹു നമ്മെ അവന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിപ്പിക്കുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നോക്കൂ, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ആരെന്ന് പറഞ്ഞില്ല. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് അവൻ ഹിദായത്തിലാക്കുന്നു. ആ സന്മാർഗം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. അവന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്, വെറുതെ അല്ല. അവൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു തോന്നിയത്, അവൻ ഉദ്ദേശിച്ചത് മനുഷ്യർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നത് പോലെയല്ല. മറിച്ച് അവൻ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടോ അതിന്റെ പിന്നിൽ അവന്റെ ഹിക്മത്തുണ്ട്. ഹിക്മത്ത് എന്നാൽ അവന്റെ മഹത്തായ യുക്തി, മഹത്തായ ചില ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഏത് കാര്യമായിക്കോട്ടെ, ഹിക്മത്തില്ലാതെ അള്ളാഹുവിന്റെ ഖദായിലോ ഖദറിലോ യാതൊന്നുമില്ല. നമുക്ക് ഖൈറായി തോന്നുന്നതായാലും ഷർറായി തോന്നുന്നതായാലും അള്ളാഹു അബസ് പ്രവർത്തിക്കുകയില്ല. എന്താ അബസ്? കാര്യമില്ലാതൊരു കാര്യം അള്ളാഹു ചെയ്യുകയില്ല. അതുകൊണ്ട് ഏത് കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, എന്ത് നടന്നിട്ടുണ്ടോ, വലിയ ആശ്വാസമാണ്. എന്ത്? അള്ളാഹിന്റെ ഹിക്മത്ത് ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. അവൻ ഹക്കീമാണ്, അവൻ ഖബീറാണ്, അവൻ ഹക്കീമും ഖബീറുമാണ്. ഇസ്ലാമിന്റെ മഹത്തായ വിശ്വാസമാണ്. എന്നാൽ ആളുകൾ പലരും എന്താണ് അവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവരെന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല. അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി അവൻ പരീക്ഷിച്ച പരീക്ഷണങ്ങൾ അങ്ങ് നീങ്ങിപ്പോയാൽ വീണ്ടും അവർ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക്, അല്ലേ? ധിക്കാരത്തിന്റെ വാക്കുകളല്ലേ മനുഷ്യർ പറയുന്നത്. ഒരു പ്രളയമോ ഒരു പ്രയാസമോ വന്നാൽ നമ്മൾ നേരിടും. ആരാ നീ നേരിടാൻ? എന്ത് കഴിവാ എന്റെ അടുത്തുള്ളത്? ഒരു കാറ്റ് വന്നാൽ എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂ? നേരിടും അത്ര. ആ ഇൽഹാദിന്റെ ഊക്കാണത്. യുക്തിയില്ലാത്ത യുക്തിവാദത്തിന്റെ, ഭൗതികവാദത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ ഊക്കാണ്. എന്ത്? നമ്മൾ നേരിടും. സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യം ലഭിക്കാത്തവന്റെ സ്ഥിതി എത്ര മോശമാണ്. ഇൻഷാ അല്ലാഹ് എന്ന മഹത്തായ വാക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടാത്തവന്റെ മനസ്സ് എത്ര മോശം മനസ്സാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ഏത് പരീക്ഷ. അതുകൊണ്ട് തന്നെ മുഅ്മിന്റെ ജീവിതത്തിൽ എന്തെന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവൻ മുമ്പുള്ളതിനേക്കാൾ നന്നാവുകയാണ് ചെയ്യുക. അവൻ മനസ്സിലാക്കും, എന്റെ ഇന്ന് ഞാൻ തിരുത്താൻ ഇനിയുമുണ്ട്, ഇനിയും ഞാൻ തിരുത്താനുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും അവന്റെ തെറ്റുകൾ തിരുത്തും. ഓരോന്ന് കഴിയുന്നതിന് അവൻ പരിശുദ്ധി നേടി അവൻ തസ്കിയത്ത് നേടി അള്ളാഹുവിലേക്ക് അടുക്കുന്നവനാകും. അങ്ങനെയാണ് മുഅ്മിൻ ചെയ്യേണ്ടത്. വഫഖനില്ലാഹു വയ്യാകും ലിമാ യുഹിബ്ബു വയർദാഹ്. അല്ലാഹു പറയുന്നു, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറ النجوم. അല്ലാഹു പറയുന്നു, വസ്ബിർ, ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക, ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ തീരുമാനത്തിനു വേണ്ടി, അതിനായി താങ്കൾ ക്ഷമിക്കുക. ഫഇന്നക ബിഅഅ്യുനിനാ, ഓ നബിയെ താങ്കൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലാണ്. ഇബ്നു കസീർ പറയുകയാണ്, ഐ ഇസ്ബിർ അലാ അദാഹും, നബി അവരുടെ ഉപദ്രവങ്ങൾ താങ്കൾ സഹിക്കുക, ക്ഷമിക്കുക. വലാ തുബാലിഹിം, അവരെ കാര്യമാക്കണ്ട. ഫഇന്നക ബിമർആ മിന്ന, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലാണ് താങ്കൾ.
വതഹ്ത കലാഅതിന നമ്മുടെ സംരക്ഷണത്തിന് കീഴിലാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ് അല്ലാഹു താങ്കളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറഞ്ഞതിന്റെ കൂടെ അല്ലാഹുവിന്റെ തസ്ബീഹും ഹംദും സുജൂദും ഒക്കെ ചെയ്യാൻ പറഞ്ഞത് കാണാം പരിശുദ്ധ ഖുർആനിൽ. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. ഓ നബിയെ, താങ്കളുടെ ഹൃദയം കുടുങ്ങിപ്പോകുന്നു, പ്രയാസത്തിലാകുന്നു എന്ന് നമുക്കറിയാം. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അവനെ ഹംദ് ചെയ്യുക, അവനെ സുജൂദ് ചെയ്യുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതിന്റെ വാക്യാണ് മരണം എത്തുന്നവരെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. കാരണം ഏത് പ്രയാസങ്ങളിൽ നിന്നും പടപ്പുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസമാണെന്ത്? റബ്ബിലേക്ക് തിരിയുക എന്നത്. അത് നമുക്ക് മനസ്സിലാകും ചിന്തിച്ചാൽ. എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നമ്മൾ ആദ്യം അതിനെ നേരിടേണ്ട ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് കുറെ ചിന്തിക്കും, അതിനെതിർക്കും, സംസാരിക്കും, ചിലപ്പോൾ തിരിച്ചടിക്കും. കുറച്ച് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ വലിയ ആശ്വാസമായിരിക്കും. അതാദ്യം വന്നാലോ ആദ്യം തന്നെ ആശ്വാസം കിട്ടി, അതാദ്യം തന്നെ തോന്നിയാലോ ആശ്വാസം കുറച്ച് നേരത്തെ കിട്ടി. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ, അവന്റെ പേര് നീ സ്മരിച്ചാൽ ഇൻഷാ അള്ളാഹ് നിന്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുക തന്നെ ചെയ്യും ഏത് പ്രയാസത്തിലും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്ർ, അവന്റെ സ്മരണ ഒന്നുകൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, വഷളായി പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. പല മുൻഗാമികളും പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? അള്ളാഹു എനിക്ക് ആഫിയത്ത് തരുന്നതാണ്. ആഫിയത്തിൽ അള്ളാഹു നിലനിർത്തുക എന്നതാണ് എനിക്കിഷ്ടം. കാരണം പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ളതുപോലെ, എന്ത്? അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു, പരീക്ഷിച്ച് അള്ളാഹു നമ്മെ വഷളാക്കാതിരിക്കാൻ. കാരണം അത് അള്ളാഹു ആഫിയത്ത് നൽകുക, അവൻ സിത്ർ നൽകുക, അവൻ നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുക, അവൻ നമ്മെ വഷളാക്കാതിരിക്കുക എന്നത് അവന്റെ വലിയ നിഅമത്താണ്. ആഫാനില്ലാഹു ഇയ്യാക്കും. വസബ്ബിഹ് ബിഹംദി റബ്ബിക. ഓ നബിയെ, താങ്കളുടെ റബ്ബിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുക. ഹീന തഖൂം, താങ്കൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്യുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇങ്ങനെ തസ്ബീഹും ഹംദും പറയുന്ന വാക്കുകൾ പല സമയത്ത് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ബിഅയുനിന, താങ്കൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലാണ്. അല്ലാഹുവിന് കണ്ണുകളുണ്ട്, അവന് കണ്ണുകളുണ്ട്. അതവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്, അവന്റെ വിശേഷണങ്ങളാണ്. എന്നാൽ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളെയും പോലെ ഇതും നാം വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൾ തന്നെ. പക്ഷേ അത് ഒരു പടപ്പിന്റേതും പോലെയല്ല, ഒരു സൃഷ്ടിയുടേതും പോലെയല്ല. മറിച്ച് സൃഷ്ടികളുടെ കണ്ണുകൾ എന്നാൽ അവരുടെ ദൗർബല്യത്തിനും അവരുടെ കഴിവുകേടിനും യോജിച്ച കണ്ണുകളാണ്. അള്ളാഹുവിന്റെ കണ്ണുകൾ എന്നാൽ അവന്റെ ആദമത്തിനും അവന്റെ മഹത്വത്തിനും അവന്റെ പൂർണ്ണതക്കും യോജിച്ച കണ്ണുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവസാന കാലത്ത് മസീഹുദ് ദജ്ജാൽ വരും. ഫഇന്നഹു അഅവർ, അവൻ അഅവറാണ്. എന്താണ് അഅവർ? ഒറ്റക്കണ്ണനാണ്. വമാ റബ്ബുക ബിഅഅവർ, എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അവന് ഇരു കണ്ണുകളുണ്ട് അള്ളാഹുവിന്. അഹ്ലു സുന്നത്ത് അത് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? സഹാബത്ത് വിശ്വസിച്ചതുപോലെ. സഹാബത്ത് ഈ ആയത്തുകളോ ഹദീസുകളോ കേട്ടപ്പോൾ അവരിൽ ഒരാളും ചോദിച്ചിട്ടില്ല, ഓ നബിയെ, അള്ളാഹ്ക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കും കണ്ണില്ലേ, അപ്പൊ നമ്മളെ പോലെ ആയില്ലേ എന്നവരാരും ചോദിച്ചില്ല. നമ്മുടെ നാട്ടിലെ അശാരിയാക്കൾ ചോദിക്കുന്ന ചോദ്യം പിഴച്ച ചോദ്യം, അത് ചോദിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കണ്ണുകൾ തന്നെ, അതിനെ വേറെന്തെങ്കിലും വ്യാഖ്യാനിക്കാൻ പാടില്ല. അശാരികൾ എങ്ങനെയാണ് ചെയ്യുക? കണ്ണെന്ന് പറയാൻ പാടില്ല. മറിച്ച്
അതിന് വേറെ എന്തെങ്കിലും പറയണം? അള്ളാഹു ഇറങ്ങും എന്ന് പറയരുത്, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയണം. അല്ല, അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്ന് തന്നെ. അള്ളാഹുവിന്റെ കണ്ണുകൾ എന്നാൽ അള്ളാഹുവിന്റെ കണ്ണുകൾ തന്നെ. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇമാം മാലിക് പറഞ്ഞതുപോലെ റഹിമഹുല്ലാഹ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. അൽ ഈമാനു ബിഹി വാജിബ്. അതുപോലെ അതിന്റെ അർത്ഥം എന്നാൽ എല്ലാവർക്കും അറിയാം. കണ്ണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതെല്ലാവർക്കും അറിയാം. അത് തന്നെ. അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് നിഷേധിക്കൽ അത് കുഫറാണ്. അതുപോലെ വസുആലു അൻഹു വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയെന്ന് നമുക്കറിയില്ല. കാരണം അല്ലാഹു എങ്ങനെയെന്ന് നമുക്കറിയില്ല. വസുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്, പുത്തനാചാരമാണ്, ദീനിന് യോജിക്കാത്ത പുത്തൻ നടപടിയാണ്. കാരണം സഹാബത്ത് ആരും ചോദിച്ചിട്ടില്ല. എന്നാൽ കണ്ണെന്നാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് മലയാളത്തിൽ അതിനെ കണ്ണെന്ന് പരിഭാഷപ്പെടുത്തുന്നത്. വജ്ഹ്, അവന് മുഖമുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന് യദുണ്ട്, അവന് ഇരു കൈകളുണ്ട്. എന്നാൽ അതൊരു സൃഷ്ടിയുടേതും പോലെയല്ല. അതിലെല്ലാം ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകളാകട്ടെ അവനെ പോലെയാണ് അള്ളാഹുവിനെ വിചാരിക്കുന്നത്. അതാണ് പ്രശ്നം. അവനെ പോലെയാണ് അള്ളാഹുവിനെ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പടപ്പുകളെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. പടപ്പുകൾ എല്ലാവരും മുഖം ഒരുപോലെയാണ്. പോട്ടെ, പടപ്പുകളിൽ ഒരു പടപ്പാണ് മനുഷ്യൻ. മനുഷ്യന്റെ എല്ലാവരുടെ മുഖം ഒരുപോലെയാണ്. മനുഷ്യന്റെ മുഖം എന്നാൽ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മുഖത്തുള്ളൂ. 2 കണ്ണുകൾ, ഒരു നെറ്റി, മൂക്ക്, ഒരു വായ, കുറച്ച് കാര്യങ്ങൾ മനുഷ്യന്റെ മുഖത്തുള്ളൂ, വളരെ കുറച്ച്. എന്നാൽ ലോകത്തുള്ള ഒരു മനുഷ്യന്റെ മുഖവും വേറൊരാളുടെ ഇതുപോലെയല്ല. എല്ലാം വ്യത്യസ്തമാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഖുദ്റത്തിനുള്ള തെളിവാണ്. അപ്പൊ പടപ്പുകളിൽ ഒരു പടപ്പിന്റെ പോലും മുഖം എല്ലാവരുടേതും ഒരുപോലെയല്ല. പിന്നെ എങ്ങനെയാണ് ഖാലിഖുസ് സമാവാതി വൽ അർദ്, ആ റബ്ബിന്റെ വജുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നെ പോലെയാണെന്നൊരു മുസ്ലിയാർ ചിന്തിക്കുക, എന്നെ പോലെ ആയിപ്പോലെ എന്നവൻ ചിന്തിക്കുക. ബാക്കിയുള്ള പടപ്പുകളുടേത് പോലെയാണോ മനുഷ്യന്റെ മുഖം? അതുപോലെ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ചതുപോലെ അതിന്റെ അർത്ഥം എന്താണ് നമുക്കറിയാം. കണ്ണെന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അത് വിശ്വസിക്കണം. എന്നാൽ അതെങ്ങനെ അത് നമുക്കറിയില്ല. അതുപോലെ അതിനെക്കുറിച്ച് ചോദ്യം, അതെങ്ങനെയെന്ന ചോദ്യം, അത് ബിദ്അത്താണ്. അതിനെ നിഷേധിക്കാൻ പാടില്ല. അത് വിശ്വസിക്കൽ നിർബന്ധമാകുന്നു. ഇതാണ് സഹാബത്ത് മുതൽ ഇമാമിങ്ങൾ മുതൽ എല്ലാവരും പഠിപ്പിച്ച അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഇതിനെതിരായ വിശ്വാസമാണ് ജഹ്മിയാക്കളുടെ വിശ്വാസം, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവരുടെ വിശ്വാസം, അശഅരിയാക്കളുടെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ ആളുകൾ അശഅരിയാക്കളാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. അവരുടെ വിശ്വാസം ഇതിനെതിരാണ്. ഇവർ അള്ളാഹിന്റെ സിഫത്തുകളിൽ പലതിനെയും നിഷേധിക്കുന്നു, ചിലതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ അവരുടെ വാദം പൊളിയും. കാരണം അള്ളാഹുക്ക് അറിവുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇതേ മുസ്ലിയാരോട് ചോദിക്കാലോ, നിനക്കും അറിവില്ലേ? അപ്പൊ അള്ളാഹു നീ ഒരുപോലെ ആയോ? അവരല്ല, നമ്മളെ അറിവ് പോലെയല്ല അള്ളാഹിന്റെ അറിവ്. അതന്നെ ഇതിലും പറഞ്ഞാൽ മതി, തർക്കം കഴിഞ്ഞു. അള്ളാഹിന്റെ കണ്ണെന്ന് നമ്മളെ കണ്ണു പോലെയല്ല, അള്ളാഹുവിന്റെ മുഖം എന്നാൽ നമ്മളെ മുഖം പോലെയല്ല എന്നത് ഇതിലും വിശ്വസിച്ചാൽ മതി. ദാത്ത് അള്ളാഹു എങ്ങനെ നമുക്കറിയില്ലല്ലോ, അതുപോലെ തന്നെ അള്ളാഹിന്റെ സിഫത്തുകളും എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അള്ളാഹു പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം, എഴുന്നേൽക്കുമ്പോൾ താങ്കൾ അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നാൽ അള്ളാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്യുന്ന ദുആ നിസ്കാരത്തിന്റെ തുടക്കത്തിലുണ്ട്. വജ്ജഹത്തുവിന് പകരം ചൊല്ലാവുന്ന മറ്റൊരു ദുആ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതിൽ കാണാൻ തസ്ബീഹും ഹംദും. അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു റബ്ബിഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുആ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇസ്തുജീബ ലഹു, അവന് ഉത്തരം കിട്ടും. ആരെങ്കിലും രാത്രി ഞെട്ടിയാൽ എന്ത് ദുആ ചെയ്യുക?
എളുപ്പത്തിൽ എല്ലാവർക്കും അറിയുന്ന ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിന്റെ കൂടെ ഈ 4 ദിക്റുകളും 5 ദിക്റുകളും. എന്നിട്ട് എന്താണ് ദുആ ചെയ്തത്? അവന് ഉത്തരം ലഭിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൈൻ അസമ ഫതവദ്ദഅ ثم صلى قبلت صلاته. അതിന്റെ കൂടെ എണീറ്റ് വുദൂ ചെയ്ത് നിസ്കരിക്കുകയും ചെയ്താൽ അല്ലാഹു ആ നിസ്കാരം സ്വീകരിക്കും. അപ്പോൾ നൂറുന അലാ നൂർ, ഖൈറിന് മേൽ വേറൊരു ഖൈർ. ഇത്രയെങ്കിലും പറഞ്ഞ് ഒരാൾ ദുആ ചെയ്താൽ അത്രയും ഖൈർ. ഒരു ഖൈർ കിട്ടിയില്ലെങ്കിൽ രണ്ടും കളയരുത്. രണ്ടും എടുക്കാൻ സാധിച്ചാൽ രണ്ടും എടുക്കുക. പക്ഷേ ഒന്നെങ്കിലും എടുക്കാൻ സാധിച്ചാൽ ഒന്നെങ്കിലും എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണ് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. നീ എഴുന്നേറ്റാൽ അല്ലാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്യുക. അതുപോലെ എല്ലാ മജ്ലിസിലും നമ്മുടെ ഏത് സദസ്സിലും ഇരുന്നാൽ കൂടിയിരുന്ന് സംസാരിച്ചിട്ട് പിരിയുമ്പോൾ ചൊല്ലുന്ന ദിക്റിൽ കഫാറത്തുൽ മജ്ലിസ്, ഇരുന്ന മജ്ലിസിലെ അബദ്ധങ്ങൾ പൊറുക്കപ്പെടാനുള്ള ദുആ, അതിലും എന്തുണ്ട്? തസ്ബീഹും ഹംദും ഉണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അത് ദീനിന്റെ മജ്ലിസിന് മാത്രമല്ല, നമ്മൾ ദുനിയാവിലും വല്ലതും സംസാരിക്കാനിരുന്നു വളരെ നല്ലതാണ് ഈ ദുആ പറഞ്ഞ് എഴുന്നേൽക്കാൻ നല്ലത്. കാരണം എന്താ? ദുനിയാവിന്റെ കാര്യം മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി ആ മജ്ലിസിന് ഒരു ബറക്കത്ത് കിട്ടി. ഇത് പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ. അല്ലാഹുവിനെ കുറിച്ച് ഒന്നും പറയാത്ത മജ്ലിസ് അത് നഷ്ടമാണ്. റബ്ബിന്റെ പേര് തീരെ സ്മരിക്കാത്ത ഏത് സദസ്സുണ്ടോ അത് നഷ്ടമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ ഇരുന്നതാകട്ടെ, എന്നേക്കും എന്ത് പറയാ? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മൻ ജലസ ഫി മജ്ലിസിൻ ഫകസുറ ഫീഹി ലഗതുഹു ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് ഇല്ലാ ഗഫറ അല്ലാഹു ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക്. ആരെങ്കിലും വല്ല സദസ്സിലും ഇരുന്നു എന്നിട്ട് അതിലെ ലഗത്ത്, അതിലെ ശബ്ദം, സംസാരിച്ചത് കുറെ കൂടിപ്പോയി. നമുക്ക് പലർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ പരിധി വിട്ടങ്ങ് പോയി പോകും. അഥവാ ചിലപ്പോൾ ഉദ്ദേശിച്ചത് പോലെ നിർത്താൻ സാധിക്കില്ല. കുറച്ചേരം ഇരുന്ന് വർത്താനം പറയാൻ വിചാരിച്ചിരുന്നായിരിക്കും, കുറെ സമയം അങ്ങ് പോകും എന്നതുപോലെയുള്ള കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ലഗത്ത്, വേണ്ടാത്ത വർത്തമാനം വല്ലതും വർദ്ധിച്ചു. എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഈ ദുആ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മജ്ലിസിൽ സംഭവിച്ചത് പുറത്തു കൊടുക്കുമെന്നാണ്. അഥവാ മറ്റെല്ലാ കാര്യങ്ങൾക്കും എന്നതുപോലെ ചെറിയ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലുകൾ കൊണ്ട് പുറത്തു കൊടുക്കും. വൻ പാപങ്ങൾക്ക് പ്രത്യേകം തൗബ തന്നെ ചെയ്യണം. സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നരകത്തിൽ മനുഷ്യരെ വീഴ്ത്തുന്ന അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാവ്. നസ്അലുല്ലാഹൽ ആഫിയ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് കഫാറത്തുൽ മജ്ലിസ് എന്ന് അറിയപ്പെടുന്നു. ആ മജ്ലിസിലെ പാപങ്ങൾ, അബദ്ധങ്ങൾ പൊറുക്കാനുള്ള പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. നോക്കൂ, ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത് വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. വമിനൽ ലൈലി, രാത്രിയിലും ഫസബ്ബിഹു, നീ അവനെ തസ്ബീഹ് ചെയ്യുക. അല്ലാഹുവിനെ അവനെ പരിശുദ്ധനാക്കുക, അവനെ പരിശുദ്ധപ്പെടുത്തുന്ന വാക്ക് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് പറയുക. വഇദ്ബാറൻ നുജൂം, നക്ഷത്രങ്ങൾ പിന്മാറുന്ന സമയത്തും. ഇതെല്ലാം അല്ലാഹുവിനെ ദിക്ർ ചെയ്യേണ്ട, നിസ്കാരത്തിന് യോജിച്ച മഹത്തായ അമലാണ്. നക്ഷത്രങ്ങൾ പിന്മാറുന്ന സമയം അതിൽപ്പെട്ടതാണ് ഫജ്റിന്റെ സമയം. അതുകൊണ്ട് തന്നെ ആ നേരത്തെ നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഫജ്ർ വരുന്നതിന് മുമ്പുള്ള രാത്രി നിസ്കാരം അവസാന ഭാഗത്ത് നിസ്കരിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠമാണ്. അതുപോലെ സലാത്തുൽ ഫജ്റിന് മുൻപുള്ള 2 റക്അത്ത്, സുബ്ഹിന് മുൻപുള്ള 2 റക്അത്ത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാഫിലത്തായ
നിർബന്ധമല്ലാത്ത എന്നാൽ പുണ്യകരമായ നിസ്കാരം ഇതുപോലെ ഫജറിന്റെ 2 റക്അത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധ അതിന് കാണിച്ചിരുന്നു. വിത്റും ഈ 2 റക്അത്തുകളും യാത്രയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. മുസ്ലിമിന്റെ സഹീഹിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റക്അത്താ അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹിന് മുൻപുള്ള 2 റക്അത്തുകൾ ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാകും. 2 റക്അത്തുകൾ. സുബ്ഹാനല്ലാഹ്, അത്രയും വിലയുണ്ട് ഇബാദത്തിന്, അത്രയും വില കുറവാണ് ദുനിയാവിന്. അൽഹംദുലില്ലാഹ്, ഈ സൂറത്തിന്റെ തഫ്സീർ പൂർത്തിയായി. വല്ലാഹു തആല ആലം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.